തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന വൈഷ്ണവ ക്ഷേത്രമാണ് പാണ്ഡവദൂത പെരുമാൾ ക്ഷേത്രം. 25 അടിയിൽ കൂടുതൽ ഉയരമുള്ള കൃഷ്ണരൂപമാണ് ഇവിടുത്തെ പ്രത്യേകത. പാണ്ഡവരുടെ ദൂതുമായി ഹസ്തനപുരത്തെത്തിയ കൃഷ്ണൻ ധൃതരാഷ്ട്രർക്ക് തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ആ രൂപമാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് എന്നാണ് വിശ്വാസം. ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ദുർഗാലക്ഷ്മി സരസ്വതി, ദുർഗാലക്ഷ്മി സരസ്വതി. കൊല്ലം ജില്ലയിലെ ഭൂപട ചിത്രങ്ങളിലെ ഏറ്റവും മനോഹരമായ ഭൂമികകളിലൊന്നാണ് ഉളിയക്കോവിൽ ദേശം. കൊല്ലം നഗരത്തിന്റെ സമീപ പ്രദേശമായ ഉളിയക്കോവിലിന്റെ ഭൂമിശാസ്ത്രവും പുണ്യമാർന്ന കാഴ്ചാനുഭവം തന്നെയാണ് നൽകുന്നത്. ഈ നഗരത്തിനോട് ചേർന്ന് ഇങ്ങനെയൊരു വനം സന്ദർശകരെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. അത്യപൂർവമായ വൃക്ഷലതാദികൾ ദിവ്യമായ ചാരുതയോടെ നിറഞ്ഞു നിൽക്കുന്നു. വനത്തിനുള്ളിൽ വിടർന്നു നിൽക്കുന്ന അപൂർവമായ പൂക്കളിൽ ഉരസി വീഴുന്ന കാറ്റിനു പോലും ഒരു ദൈവിക സുഗന്ധം. ആദ്യ ദർശനത്തിൽ തന്നെ തീർത്ഥാടകന്റെ മനസ്സിനെയും ശരീരത്തിനെയും ശാന്തിയുടെ മഹാസങ്കേതങ്ങളിലേക്ക് നയിക്കുവാൻ ഉളിയക്കോവിൽ ക്ഷേത്രാന്തരീക്ഷത്തിനു കഴിയുന്നുവെന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം. കാരണം ഇത് വെറുമൊരു വനമല്ല, ദേവീവനമാണിത്. ഇവിടുത്തെ ഓരോ ഇലകളിലും പൂക്കളിലും എന്നു വേണ്ട ഈ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ദേവീ ചൈതന്യമാണ്. സ്വർഗാപവർഗ ഇൻപം തരുവാൾ, വനദുർഗാഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്ന ഉളിയക്കോവിൽ ദുർഗാദേവിയുടെ മഹാചൈതന്യ പ്രവാഹത്തിൽ അലിഞ്ഞു ചേർന്ന് നിത്യാനന്ദം ലഭിക്കുവാനുള്ള ഭാഗ്യം നേടിയവരാണ് ഉളിയക്കോവിൽ ദേശവാസികളും ഇവിടെ വന്നു പോകുന്ന മറ്റനേകം തീർത്ഥാടകരും. ശ്രുതി പുകഴ്ന്നവരാത്രിയിൽ ഉള്ളൻപോട് സ്വർഗാപവർഗ ഇൻപം തരുവാൾ, ശ്രുതി പുകഴ്ന്നവരാത്രി. ഹിമാലയത്തിൽ നിന്ന് നദികൾ ഉത്ഭവിച്ച് വിവിധ ദേശങ്ങളിലൂടെ ഒഴുകി പല പേരുകളിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ആദിപരാശക്തിയിൽ നിന്നും സർവ്വദേവീഭാവങ്ങളും ഉത്ഭവിക്കുന്നത്. ദേവി ദുർഗയായും ലക്ഷ്മിയായും ഭദ്രയായുമൊക്കെ വിവിധ ഭാവങ്ങളിൽ കുടികൊള്ളുന്നുവെന്നേ ഉള്ളൂ. ലക്ഷ്മി സരസ്വതി, ഇവിടെ ഉളിയക്കോവിൽ ദേശക്കാർ തങ്ങളുടെ പരദേവതയായ ദുർഗാദേവിക്ക് മുന്നിൽ നിരന്തരം സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ തന്നെയാണ് ദേവിയുടെ കടാക്ഷഭൂമിയായ ഈ പുണ്യഭൂമിയിലേക്ക് മറ്റനേകം ദേശത്തെ ഭക്തജനങ്ങളും നിരന്തരം ദർശന സൗഭാഗ്യം തേടിയെത്തുന്നതും. മോഹമുതൽ അരുപകൈകളും അഴിയും മോർപ്പിറപ്പുകളിൽ ശൈവിനൈ ഒഴിയും മോഹമുതൽ ദുർഗാദേവിയുടെ ചൈതന്യം തിരിച്ചറിഞ്ഞ ഭക്തജനങ്ങൾ ഉളിയക്കോവിലിന്റെ പുണ്യഭൂമിയിലേക്ക് കടന്നു വരികയും ദേവിയുടെ കൃപാകടാക്ഷങ്ങളാൽ ഈ ദേശം ജനവാസ കേന്ദ്രമാവുകയും പിൽക്കാലത്ത് ഇന്ന് നാം കാണുന്ന ഉളിയക്കോവിൽ ദുർഗാദേവി ക്ഷേത്രമായി രൂപാന്തരപ്പെടുകയുമായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പഴമ നിലനിർത്തുന്നതിൽ ഈ നാട്ടിലെ ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുവെന്നത് മാതൃകാപരമായ മനോഭാവം തന്നെയാണ്. ഇവിടുത്തെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നത് പോലെ തന്നെയാണ്
ക്ഷേത്രത്തിന്റെ രൂപഭംഗി. പൊർപ്പുയർ മംഗള ദീപം വിളങ്ങും പുകൾ ശ്രീകോവിലിന് മുന്നിലെ പന്തലിൽ കെടാവിളക്കും വലിയ നിലവിളക്കുകളും പഴയ നിർമ്മിതിയിലുള്ള മുഖപ്പും തിടപ്പള്ളിയും ശ്രീകോവിലുമെല്ലാം ഓടുമേഞ്ഞവയാണ്. പുകഴൊടു മകിഴും വാഴ്വിൽ തുലങ്കും ദുർഗാലക്ഷ്മി. ചതുരശ്രീകോവിലിന് ചുറ്റുവിളക്കുണ്ട്. മേൽക്കൂരയിൽ മധ്യഭാഗം തുറന്നുകിടക്കും വിധമാണ് ശ്രീകോവിലിന്റെ നിർമ്മാണം. വനദുർഗയ്ക്ക് പൂർണ്ണമായും അടച്ചുകെട്ടിയ ശ്രീകോവിൽ പാടില്ലെന്നാണ് താന്ത്രിക വിധി. ലക്ഷ്മി മകരേ പമകരേ ദപമകരേ പ്രകൃതിയുമായി ബന്ധപ്പെട്ടു നിൽക്കാനാണ് ദേവിക്കിഷ്ടം. ചതുർബാഹുവായ ശിലാവിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. 1.5 അടിയോളം ഉയരമുണ്ടാകും. ഇടതുമേൽക്കൈയിൽ ചക്രവും കീഴ്ക്കൈയിൽ വരമുദ്രയും വലതുമേൽക്കൈയിൽ ശംഖും കീഴ്ക്കൈയിൽ അഭയമുദ്രയുമായി ശാന്തസ്വരൂപിണിയായി നിൽക്കും വിധത്തിലുള്ള ദേവീ വിഗ്രഹമാണ് ഉളിയക്കോവിലിൽ പ്രഭ ചൊരിയുന്നത്. ലക്ഷ്മി കളഭം ചാർത്തിയും തങ്കയങ്കി അണിഞ്ഞും ഭഗവതി നിൽക്കുമ്പോഴുള്ള മനോഹാരിതയും ചൈതന്യവും തേജസ്സും അവർണ്ണനീയമാണ്. ക്ഷേത്രത്തിനു പുറത്തിറങ്ങിയാൽ തെക്കു പടിഞ്ഞാറായി 3 കോവിലുകളാണുള്ളത്. കിഴക്കോട്ടാണ് ദർശനം. ആദ്യത്തേത് ഗണപതിക്കുള്ളതാണ്. അതിനു കിഴക്കുവശത്തെ വലിയ കോവിലിന് 2 വാതിലുകളുണ്ട്. അതിൽ ഇടത് ശിവലിംഗവും വലത് ശാസ്താവുമാണ് പ്രതിഷ്ഠകൾ. തേവാരമൂർത്തികളാണിവ. അതിനു പുറകിലായി ബ്രഹ്മരക്ഷസിന്റെ ചെറിയൊരു ആലയം. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനു പടിഞ്ഞാറ് വടക്കായി സുബ്രഹ്മണ്യൻ, യക്ഷി, യോഗീശ്വരൻ എന്നിവർക്കുള്ള ഓരോ ഉപദേവാലയങ്ങൾ കാണാം. ഇവയ്ക്ക് വടക്കുവശത്ത് കാവിനോട് ചേർന്ന് നാഗരാജാവിനെയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇവർക്കുമേ അയലത്തിനും ഇവരങ്ങാൽ സന്തതികൾക്കും ഭൂമിക്കും ശാരീരിക വാളിനും മദ്ദപതിക്കും ദോഷങ്ങൾ ഒഴിയണം, ദുരിതങ്ങൾ തീരേണം, ശത്രുവിൻ്റെ ഹാരിവരുത്തേണം. പാണ്ഡിമലയാളം കാശിരാമീശ്വരവടക്കി പാണിരിക്കുന്ന നാഗരാജൻ നാഗയക്ഷത്തിന് മുൻപാകെ പാലിക്കുമ്പോൾ ഇതിനഭിമുഖമായി കിഴക്കുള്ള വലിയ ശ്രീകോവിലാണ് മാടൻ തമ്പുരാന്റേത്. മാടൻ തമ്പുരാൻ ശിവന്റെ മൂർത്തിഭാവമെന്നാണ് വിശ്വാസം. ദേവിക്കു കാവലായ മാടൻ തമ്പുരാൻ ഭീമാകാരമായ രൂപത്തിൽ ഗദയുമേന്തി ക്ഷേത്ര പരിസരത്തുകൂടി രാത്രികാലങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടുതന്നെ വളരെയധികം ശക്തിവിശേഷങ്ങളുള്ള മാടൻ തമ്പുരാന് പൂജകൾ സമർപ്പിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ശ്രീകോവിലിനുള്ളിൽ ദേവി വനദുർഗാഭാവത്തിൽ കുടികൊള്ളുമ്പോൾ തന്നെ ഇവിടെ ഭദ്രകാളിയുടെ മഹാസാന്നിധ്യവുമുണ്ട്. എന്നാൽ മറ്റൊരു പ്രത്യേകത ഭദ്രകാളിക്കായി ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രവുമുണ്ടെന്നതാണ്. ഉത്സവകാലത്തെ 10 ദിവസത്തേക്കു മാത്രമാണ് ഭദ്രകാളിയുടെ നട ഭക്തജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്നതും സവിശേഷമായ പൂജകൾ ദേവിക്ക് സമർപ്പിക്കുന്നതും. കാവിനുള്ളിൽ മറ്റൊരു നാഗക്കാവുമുണ്ട്. നാഗദൈവങ്ങൾക്കായി പ്രത്യേക പൂജകളും ഇവിടെ സമർപ്പിക്കുന്നു. എല്ലാ ബുധനാഴ്ചയും നടത്തിവരുന്ന ഐശ്വര്യദീപ ദുർഗാപൂജയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾ ദേവീകൃപയാൽ ശാന്തവും സമാധാനവും
ഐശ്വര്യപൂർണവുമായ ജീവിത സൗഭാഗ്യങ്ങൾ തന്നെയാണ് നേടുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകളിൽ പങ്കെടുക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. മനമേ ദുർഗാലക്ഷ്മി സരസ്വതി തുണയടി പണിവായേ. മനമേ ദുർഗാലക്ഷ്മി സരസ്വതി തുണയടി പണിവായേ. മനമേ ദുർഗാലക്ഷ്മി സരസ്വതി. മീനമാസത്തിലെ ഉത്രം നാളിൽ നടക്കുന്ന പ്രശസ്തമായ ഉളിയക്കോവിൽ പൊങ്കാലയിൽ ദേശം ജനസാഗരമാകുന്നു. കരയോഗത്തിന്റെ അധീനതയിൽ മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ടിവിടെ. അത് തെക്കേക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത്. രണ്ടു ക്ഷേത്രങ്ങളും തമ്മിൽ ഏതാണ്ട് 500 അടിയോളം ദൂരമേയുള്ളൂ. ഇവിടെയും നിത്യപൂജകൾ സമർപ്പിക്കുന്നു. മനമേ ദുർഗാലക്ഷ്മി സരസ്വതി. ഒരു കരയോഗത്തിന്റെ കീഴിലുള്ള ഭരണ സംവിധാനമാണ് ഉളിയക്കോവിൽ ക്ഷേത്രത്തിലേത്. ക്ഷേത്രത്തിനു ചുറ്റുമുള്ള 5 കരക്കാർ ചേർന്നാണ് ദേവിയുടെ തിരുവുത്സവം നടത്തിവരുന്നത്. ദേവീവനങ്ങൾക്കു മുകളിലെ ആകാശങ്ങൾ പ്രദോഷ പൂജകൾക്കായി ഒരുങ്ങി. വനദുർഗാദേവിയുടെ ചുറ്റുമുള്ള ഇലകളും പൂക്കളും മരങ്ങളുമൊക്കെ ദേവീസ്തുതികൾ പാടി. ദേവിയുടെ കുഞ്ഞുങ്ങൾ ദേവിക്കായി പൂജാപുഷ്പങ്ങളുമായി എത്തി. ഓരോ കുട്ടികളുടെയും മുഖത്ത് ദുർഗാദേവിയുടെ ചൈതന്യം അങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നു. ഓരോ പുഷ്പദളങ്ങളിലും ആത്മസമർപ്പണത്തിന്റെ പ്രാർത്ഥനകളാണ്. ഓരോ ദീപങ്ങളും തെളിയുകയായി. ദുർഗാലക്ഷ്മി സരസ്വതി തുണയടി പണിവായേ. മനമേ ദുർഗ. ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളായി ശ്രീകോവിലിനുള്ളിൽ ദേവി ഭക്തജനങ്ങൾക്കായി അണിഞ്ഞൊരുങ്ങി. മുർപ്പിറപ്പുകളിൽ ശൈവിനയൊഴിയും മോഹ. ഓരോ പ്രാർത്ഥനകളും പരാശക്തിയിലേക്കുള്ള ആത്മപ്രയാണങ്ങൾ തന്നെയാണ്. സർവചരാചരങ്ങളും ദേവീ ദർശനത്തിനായി കാത്തുനിൽക്കുന്ന പുണ്യനിമിഷങ്ങൾ. മോഹമുതൽ പകൈകളും അഴിയും. ശ്രീകോവിൽ തുറക്കുമ്പോൾ സുന്ദരരൂപിണിയായ ദേവിയുടെ മന്ദഹാസത്തിൽ ജനിമൃതികൾ മറന്നുപോയ ഭക്തജനങ്ങൾ ആത്മദളങ്ങൾ മാത്രമായി പരമമായ ചൈതന്യത്തിലേക്ക് ഒഴുകി. ദേവി, നീ എൻ്റെ ആത്മാവിലും മനസ്സിലും ബുദ്ധിയിലും ശരീരത്തിലും നിറഞ്ഞ് വരാൻ പോകുന്ന ജന്മങ്ങളും സഫലമാണ്. അങ്ങനെ ഉളിയക്കോവിൽ ശ്രീ ദുർഗാദേവി ദർശനം പുണ്യമാകും.